തിരുവചന പ്രദീപത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വചനം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 3-4 വാക്യങ്ങളാണ്. അതിന് അവൻ, നീ ചെന്ന് അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിൽ അടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. എലീശ പ്രവാചകന്റെ കാലത്ത് നടന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരാൾ വന്ന് പ്രവാചകനോട്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവാ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാർ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഈ വിധവയായ സ്ത്രീയെ സഹായിക്കുവാൻ മറ്റാരുമില്ല. ദൈവം അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സ്ഥിതിക്ക് മാറ്റം വരികയുള്ളൂ. പ്രവാചകൻ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, നിനക്ക് വീട്ടിൽ എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണ് മേലുദ്ധരിച്ചത്. വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. വെറും പാത്രങ്ങളെ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ് നാം ഇവിടെ കാണുന്നത്. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിന് ഈ വിധവയുടെ കാര്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. അവൾ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്തു. പാത്രങ്ങൾ അനവധി വായ്പയെടുത്തു. ഉണ്ടായിരുന്ന എണ്ണ മറ്റു ഭരണികളിലേക്ക് പകർന്നു. പാത്രങ്ങളെല്ലാം നിറഞ്ഞു. ഇനി പകരുവാൻ പാത്രം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് എണ്ണ നിന്നുപോയത്. എങ്കിലും അവളുടെ മക്കളെ കടക്കാർ കൊണ്ടുപോകാതെ എണ്ണ വിറ്റ് കടം തീർക്കുവാനും ബാക്കി വന്നതുകൊണ്ട് അവളുടെ ഉപജീവനം കഴിപ്പാനും മതിയായതായിരുന്നു. ഭരണിയിലെ എണ്ണയെ അവൾക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം വർദ്ധിപ്പിച്ചു. ഇനി പാത്രങ്ങളില്ല എന്ന് പറയുന്നതുവരെയും എണ്ണ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ഭാഗത്ത് ഒരു കുറവും വന്നില്ല, അത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ ഭാഗത്ത് ഇല്ല എന്ന വാക്ക് വന്നപ്പോഴേക്കും എണ്ണയും നിന്നുപോയി. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. അനാഥർക്കും വിധവമാർക്കും ന്യായപാലനം ചെയ്യുന്ന കർത്താവാണ് നമുക്കുള്ളത്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം പകച്ചു നിൽക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ, തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ എന്തെന്നറിഞ്ഞ് തക്ക സമയത്ത് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ഏലിയാവിൻ്റെ കാലത്തും സാരെഫാത്തിലെ വിധവയുടെ കലത്തിലെ മാവ് തീരാതെയും കുടത്തിലെ എണ്ണ കുറയാതെയും അവരുടെ പ്രതിസന്ധിയിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഈ സംഭവത്തിൽ നിന്നും ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കാത്തവർക്കും പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടാം. ഇവിടെ ഈ സ്ത്രീക്ക് 2 പ്രതിസന്ധികളാണ് ഒരുപോലെ അനുഭവിക്കേണ്ടി വന്നത്. ഒന്ന്, തൻ്റെ ആശ്രയമായിരുന്ന ഭർത്താവ് മരിച്ചു. മാത്രമല്ല, കൊടുത്തു തീർക്കുവാൻ പറ്റാത്ത കടബാധ്യതയും. ഇതുപോലെ വിഷമിക്കുന്നവർ ഒരുപക്ഷെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ പ്രതിബന്ധങ്ങൾ എന്തു തന്നെയായിരുന്നാലും അത് ദൈവസന്നിധിയിൽ തുറന്നു പറയുവാൻ മടിക്കേണ്ട. ദൈവത്തിന് ചെങ്കടലിന് നടുവിലും വഴി തുറക്കുവാൻ കഴിയും. ആകാശത്തിലും ഭൂമിയിലുമെല്ലാം ദൈവത്തിന് വഴികളുണ്ട്. കാനാവിലെ കല്യാണ ഭവനത്തിൽ ശൂന്യമായ കൽപ്പാത്രങ്ങളിൽ നിറയ്ക്കപ്പെട്ട വെള്ളം നിമിഷനേരം കൊണ്ട് രുചിയും മണവും നിറവുമുള്ള പോഷക സമൃദ്ധമായ വീഞ്ഞായി മാറിയത് നമുക്കോർമ്മയുണ്ട്. നമ്മുടെ ജീവിതത്തെയും ഇതുപോലെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. നാം വെറും പാത്രങ്ങൾ മാത്രമായിരുന്നു. ദൈവത്തിൻ്റെ കയ്യിൽ കോപപാത്രങ്ങളായിരുന്നു. എന്നാൽ കോപപാത്രങ്ങളെ കരുണാപാത്രങ്ങളാക്കി രൂപാന്തരപ്പെടുത്തി. ഉടമസ്ഥന് ഉപയോഗമില്ലാത്തതും വീടിന് വെളിയിൽ അഴുക്ക് നിറഞ്ഞ അവസ്ഥയിൽ കിടന്നവരുമായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതിക്ക് മാറ്റം വന്നു. ഇന്ന് ഉടമസ്ഥന് ഉപയോഗമുള്ള മാനപാത്രങ്ങളാണ് നാം. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് പറയത്തക്ക നിലയിൽ സംതൃപ്തമായൊരു ജീവിതം ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. പ്രിയരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരുന്നു. ഈ ദൈവം എന്ന്
എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ആത്മീയ ആവശ്യങ്ങളിലും ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് കഴിയും. ഏത് മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ദൈവരൂപത്തിൽ ഒരു ശൂന്യതയുണ്ട് എന്ന് ഫ്രഞ്ച് തത്വചിന്തകനായ ബ്ലേസ് പാസ്കൽ പറഞ്ഞിട്ടുണ്ട്. ആ ശൂന്യത ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും മറ്റൊന്നിനെ കൊണ്ടും നിറയ്ക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഹൃദയത്തിലൊരു ശൂന്യത അനുഭവപ്പെടുന്നെങ്കിൽ ആ ശൂന്യതയെ നികത്തുവാൻ കഴിയുന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവെ, അവിടുന്ന് എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യത മാറ്റുവാൻ, എനിക്ക് സമാധാനം തരുവാൻ കഴിയുന്ന, എൻ്റെ ജീവിതത്തെ നിറയ്ക്കുവാൻ കഴിയുന്ന അങ്ങയിൽ ഞാൻ സമ്പൂർണ്ണമായി ശരണം പ്രാപിക്കുന്നു. അങ്ങയ്ക്കായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ അമർന്നതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശൂന്യതയെ അവിടുന്ന് മാറ്റിയല്ലോ. ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് നയിച്ചല്ലോ. ഞങ്ങൾക്ക് സമാധാനം നൽകിയല്ലോ. ഞങ്ങളുടെ ജീവിതം ഇന്ന് അർത്ഥസമ്പുഷ്ടമായി തീരത്തക്ക നിലയിൽ കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നതുകൊണ്ട്, വാണതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇല്ലായ്മകളും പോരായ്മകളും പരിഹരിക്കുവാനും അവിടുന്ന് ശക്തനായിരിക്കാൻ, ഞങ്ങളുടെ ഭൗമിക ആവശ്യങ്ങൾക്ക് അവിടുന്ന് മതിയായവനായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. സർവ്വമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.